ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ സീസണിൽ റയൽ മാഡ്രിഡ് ചില പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡിഫൻസിലാണ് അവർക്ക് വലിയ സീനുള്ളത്. കഴിഞ്ഞ 2025 എന്ന കലണ്ടർ വർഷത്തിൽ നിരവധി ഗോളുകൾ റയലിന് വഴങ്ങേണ്ടി വന്നിരുന്നു. കൂടാതെ മധ്യനിരയിലും ചില പ്രശ്നങ്ങളുണ്ട്. നല്ല ഒരു കൺട്രോളിംഗ് മിഡ്ഫീൽഡറുടെ അഭാവം ഇപ്പോൾ റയലിനെ നന്നായി അലട്ടുന്നുണ്ട്. ടോണി ക്രൂസിൻ്റെ വിടവ് നികത്താൻ റയലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് മാർക്ക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് കഴിഞ്ഞ വർഷം സാബി അലോൺസോയും റയൽ മാഡ്രിഡ് എക്സിക്യൂട്ടീവുകളും തമ്മിൽ ആദ്യമായി യോഗം ചേർന്നത് മെയ് മാസത്തിലായിരുന്നു. അന്ന് ഇവരോട് സാബി ആവശ്യപ്പെട്ട ഒരു കാര്യം അത് മധ്യനിരയിലേക്ക് നല്ല ഒരു കൺട്രോളിംഗ് മിഡ്ഫീൽഡറെ കൊണ്ടുവരണം എന്നായിരുന്നു. അതായത് ടീമിൻ്റെ ടെമ്പോ സെറ്റ് ചെയ്യുന്ന ഒരു താരത്തെ വേണം എന്നായിരുന്നു സാബി അലോൺസോയുടെ ആവശ്യം. എന്നാൽ ക്ലബ്ബ് പ്രതിനിധികൾ അത് തള്ളിക്കളയുകയായിരുന്നു. നിലവിൽ ജൂഡ് ബെല്ലിംഗ്ഹാം, കമവിംഗ, ചുവാമെനി, സെബയോസ്, ആർദ ഗുലർ, ഫെഡെ വാൽവർദെ തുടങ്ങിയ ഒരുപാട് സൂപ്പർ താരങ്ങൾ മധ്യനിരയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മിഡ്ഫീൽഡിലേക്ക് കൂടുതൽ താരങ്ങളെ ആവശ്യമില്ല എന്ന ഒരു നിലപാടായിരുന്നു റയലിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ അത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. സാബിയായിരുന്നു ശരി എന്നുള്ള കാര്യം 6 മാസങ്ങൾക്കിപ്പുറം റയലിൻ്റെ എക്സിക്യൂട്ടീവുകൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നാണ് മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് റയലിൻ്റെ മധ്യനിരയിൽ നല്ല ഒരു കൺട്രോളിംഗ് മിഡ്ഫീൽഡറുടെ അഭാവം ഇപ്പോൾ ക്ലബിനെ നല്ല രൂപത്തിൽ അലട്ടുന്നുണ്ട് എന്നുള്ളത് റയലിൻ്റെ മാനേജ്മെൻറ്റ് മനസ്സിലാക്കി തുടങ്ങി എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ പുതിയ താരങ്ങളെ കൊണ്ടുവരാൻ റയൽ മാഡ്രിഡ് ഉദ്ദേശിക്കുന്നില്ല. നിക്കോ പാസിനെ തിരികെ എത്തിക്കാൻ അവരിപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി കൂടുതൽ താരങ്ങളെ എത്തിച്ചേക്കില്ല. പക്ഷെ വരുന്ന സമ്മറിൽ ഒരുപക്ഷെ ഡിഫൻസിലേക്കും മിഡ്ഫീൽഡിലേക്കുമൊക്കെ കൂടുതൽ താരങ്ങളെ റയൽ മാഡ്രിഡ് സൈൻ ചെയ്തേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.